ഇത്തിരി പൂവേ ചുവന്ന പൂവേ ഇത്ര നാളെങ്ങ് നീ പോയി പൂവേ, മണ്ണിനടിയിൽ ഒളിച്ചിരുന്നു മറ്റുള്ള പൂക്കളെ കാത്തിരുന്നു. കുട്ടികൾ സ്വയം ആഗ്രഹിച്ച് ഇങ്ങനെ ആയി മാറി തീർന്നതല്ല. നേരത്തെ ആണെങ്കിൽ കുട്ടികളുടെ മുമ്പിൽ അധ്യാപകർ, രക്ഷകർത്താക്കൾ, സാമൂഹ്യ നേതാക്കൾ, രാഷ്ട്രീയ നേതാക്കൾ, അങ്ങനെ ഒരു റോൾ മോഡൽ, മാതൃകാ സ്വരൂപങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അവരുടെ മുമ്പിൽ അനുകരണീയമായ മാതൃകാ സ്വരൂപങ്ങളില്ല. പകരം ഹിംസാപരമായ വർത്തമാനങ്ങൾക്ക് മേൽക്കൈ നേടുന്ന കാര്യത്തിലേക്ക് സമൂഹം മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ ആയിത്തീർന്നതിൻ്റെ മേളിൽ കുട്ടികളുടെ തെറ്റില്ല എന്ന് നമുക്ക് വ്യക്തമാണ്. കുട്ടികളെ അങ്ങനെ ആക്കി തീർത്താന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഒരു പുതിയ കുഞ്ഞുങ്ങളെ മൂല്യവത്തായ ജീവിതത്തിലേക്ക് വഴിതിരിച്ചിടുന്നതിന് വേണ്ടി അധ്യാപക സമൂഹത്തിലേക്ക് സാറിന് കൊടുക്കാനുള്ള വാക്കുകൾ എന്താണ്? എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇപ്പോൾ കുറച്ചെങ്കിലും കുഞ്ഞുങ്ങളെ നേരെയാക്കാൻ കഴിയുന്നത് അധ്യാപകർക്ക് തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മാതാപിതാക്കളുടെ കയ്യിൽ നിന്നൊക്കെ അവർ പതുക്കെ വഴുതി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇപ്പോഴും അധ്യാപകരുടെ മുന്നിൽ കുട്ടികളുണ്ട്. അപ്പോൾ അധ്യാപകന് വളരെ തന്ത്രപൂർവം, വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്താൽ ഒരു പരിധിവരെ ഇവരെ രക്ഷിച്ചെടുക്കാൻ കഴിയും. അത് വളരെ പ്രയാസകരമായ ജോലിയാണ്. പഴയതുപോലെയുള്ള സൂത്രത്തിൽ നടക്കുന്ന കാര്യമല്ല. കാരണം കുഞ്ഞുങ്ങളുടെ മനസ്സൊക്കെ മാറിപ്പോയല്ലോ, അവരുടെ ശ്രദ്ധയൊക്കെ വേറെ ലോകത്തിലേക്ക് കടന്നു കഴിഞ്ഞു. അപ്പോൾ അവരെ നമ്മളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തി ഇതൊക്കെ കേൾപ്പിക്കുന്ന ഒരവസ്ഥ നമ്മൾ തന്നെ ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്ക് കുറച്ചൊക്കെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയും. അതിന് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ഇത്തരം കഥകൾ പറയുന്ന അധ്യാപകരില്ലല്ലോ. ഈ കഥകൾക്കൊന്നും ഒരു സ്ഥാനക്കുറവും വന്നിട്ടില്ല. അതൊരു തെറ്റായ ധാരണയാണ്. ഇപ്പോൾ കഥ കേൾക്കുന്ന നമ്മൾ കഥ പറഞ്ഞു കൊടുക്കാതിരുന്നിട്ടാണ്. ഏതമ്മയാണ് ഇപ്പോൾ കഥ പറഞ്ഞു കൊടുക്കുന്നത്? ഏത് മുത്തശ്ശിമാരുടെ ഒരു തലമുറ മാറിക്കഴിഞ്ഞു. എങ്കിലും ഉള്ള മുത്തശ്ശിമാരിൽ എത്ര പേര് കഥ പറയാൻ താല്പര്യമുള്ളവരുണ്ട്? കഥ പറഞ്ഞു കൊടുത്താൽ കേൾക്കാൻ താല്പര്യമുള്ള കുട്ടികളുണ്ട്. കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാനൊരു മുത്തശ്ശനായ ഒരു അപ്പൂപ്പനായ ആളാണ്. കഥ പറഞ്ഞു കൊടുത്താൽ ഇപ്പോഴും കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ട്. കഥ പറയാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് കുട്ടികളെ അടർത്തി എടുക്കാൻ കഴിയുന്നുണ്ട്. ഈ കഥകളിലൊക്കെ അടങ്ങിയിരിക്കുന്നത് ജീവിത മൂല്യങ്ങളാണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമുക്ക് തന്നെ ആ ധാരണയില്ലായ്മ ഉണ്ട്. ഈ കഥകൾ എന്ന് പറഞ്ഞാൽ വെറുതെ നേരം പോക്കിന് വേണ്ടി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളൊരു തോന്നലാണ് ഇന്നും പലർക്കും ഉള്ളത്. അധ്യാപകർക്ക് പോലും അതുണ്ടോ എന്ന് സംശയിക്കുന്നു. പക്ഷെ അതല്ല, അവനെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് ഈ കഥകളിലൂടെയാണ്. പാട്ടുകളും അതേപോലെയുള്ള പാട്ടുകളും ഒക്കെ തന്നെ അതിനെ സഹായിച്ചിരുന്നതാണ്. അത്തരത്തിലുള്ള പാട്ടുകൾ ഏത് കുഞ്ഞിൻ്റെ ചുണ്ടിലാണിന്ന് ഉള്ളത്? നല്ല ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന രീതിയിലുള്ള നല്ല മധുരമായ കാവ്യശകലങ്ങൾ. ഒരു 2 വരി കവിത പോലും ഇല്ലാത്ത കുട്ടികളാണ്. ഞാൻ ഇടയ്ക്ക് ചില കുട്ടികളുമായിട്ടുള്ള ചില സംവാദത്തിനിടയിലൊക്കെ ചെല്ലുമ്പോൾ ചോദിക്കും, ഈ കൂട്ടത്തിൽ 2 വരി കവിത ചൊല്ലാവുന്ന കുട്ടികൾ ആരാണെന്ന് ചോദിക്കും. അപ്പോൾ ഒരു കുട്ടിയും കൈ ഉയർത്തുന്നില്ല. ഞാൻ കുഞ്ഞുണ്ണി മാസ്റ്റർ 2 വരി പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കുമാരനാശാൻ്റെ 2 വരി അറിയാം, അല്ലെങ്കിൽ ഉള്ളൂരിൻ്റെ കാക്കേ കാക്കേ കൂടവിടെ എനിക്കറിയാം എന്ന് പറയുന്ന കുട്ടികളെ ഇപ്പോൾ കാണാനില്ല. മറ്റത് ചാടി പറഞ്ഞിരുന്നതാണ് അവർ. എന്ന് പറഞ്ഞാൽ കവിതയുടെ അവസാനത്തെ തുള്ളി, സുഗതകുമാരി ടീച്ചർ ജീവിച്ചിരുന്ന കാലത്ത് എപ്പോഴും പല ക്യാമ്പിലൊക്കെ വരുമ്പോൾ പറയാനാണ്, കവിതയുടെ അവസാനത്തെ തുള്ളിയും ചുണ്ടിൽ നിന്ന് വറ്റിപ്പോയ ഒരു തലമുറയാണ് നമ്മുടെ മുന്നിലുള്ളതെന്ന് പറയാറുണ്ട്. അത് സത്യമായിട്ട് തോന്നും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ കഥകളിലൂടെ നല്ല ജീവിത സന്ദേശം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. അതൊക്കെ ഒരു പരിധിവരെ നമ്മൾ കേൾപ്പിച്ചേക്കാനുള്ള അവസരം ഉണ്ടാക്കിയാൽ കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും ഇരിക്കുകയും നമ്മുടെ കഥകൾ കേൾക്കുകയും കുറച്ചൊക്കെ നമ്മുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാനുള്ളത് വളരെ സാവകാശം നടക്കുന്ന ഒരു പ്രോസസ്സിങ്ങാണ്. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെ നിരന്തരമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്താൽ നമ്മുടെ കൃതികളിലേക്കൊക്കെ ഇവരെ കൊണ്ടുവരാം. ഒരു പ്രായപരിധി കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ നല്ല എഴുത്തുകാർ, ഇപ്പോൾ പി നരേന്ദ്രനാഥിൻ്റെ കഥകളുണ്ട്,
മാലിയുടെ കഥകളുണ്ട്. അത് കുട്ടിക്കാലത്ത് നമ്മുടെ ഒരു പ്രൈമറി പ്രായത്തിൽ പറഞ്ഞു കൊടുക്കാവുന്ന കഥകളാണ്. അപ്പോൾ ഈസോപ്പിൻ്റെ കഥകളും പഞ്ചതന്ത്ര അങ്ങനെ പാരാവാരം, കഥകളുടെ പാരാവാരമാണ് ലോകത്തിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. അതിൻ്റെ എല്ലാം ഉദ്ദേശം ഇത് തന്നെയാണ്. വളർന്നു വരുന്ന തലമുറയെല്ലാം നന്നായിട്ട് വളരണമെങ്കിൽ ഇത് വേണം എന്ന് വിചാരിച്ച് തന്നെയാണ് ഈ കഥകളെല്ലാം കാലഘട്ടങ്ങൾ ഓരോ കാലവും ഉണ്ടാക്കിയതാണ്. ആ കാലത്തിനനുസരിച്ച് ചില ആളുകൾ വന്നു, ഈസോപ്പിനെ പോലെയും വിഷ്ണു ശർമ്മയെ പോലെയൊക്കെ ഉള്ള ചില ആളുകൾ വന്നേ ഉള്ളൂ. പക്ഷെ ആ കഥകളെല്ലാം കാലത്ത് അതിജീവിച്ചുകൊണ്ട് ഇങ്ങനെ നീന്തി 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 നമ്മുടെ അടുത്തെത്തിയതാണ്. എത്രയോ വർഷങ്ങളായി. 1001 രാവുകളായാലും പഞ്ചതന്ത്രമായാലും ഞാൻ പറഞ്ഞ ജാതക കഥകളായാലും ഈസോപ്പ് കഥകളായാലും എല്ലാം അങ്ങനെ കഥകളുടെ ഒരു മഹാസമുദ്രം തന്നെ നമ്മുടെ മുന്നിൽ. ഈ സമുദ്രത്തിലെ ഒരു കഥ പോലും അറിയാത്ത അധ്യാപകൻ ഇപ്പോൾ ഉണ്ട്. അധ്യാപകൻ, പഞ്ചതന്ത്രം വായിച്ചിട്ടില്ലാത്ത അധ്യാപകൻ എങ്ങനെ ക്ലാസ് മുറിയിൽ വിജയിക്കും? ലോകത്തെ തന്നെ പഠിപ്പിച്ചത് പഞ്ചതന്ത്രമാണ്. മലയാളിയെയോ ഭാരതീയനെയോ മാത്രമല്ല, ലോകത്തെ തന്നെ ഉണർത്തിയ ഒരു കൃതിയാണ് പഞ്ചതന്ത്രം. ഈ പഞ്ചതന്ത്രം വായിച്ച അധ്യാപകർ ഇപ്പോൾ എത്രയുണ്ടാവും? വല്ല കഥകളൊക്കെ അവർ കേട്ടിട്ടുണ്ടാകുമെന്നല്ലാതെ പഞ്ചതന്ത്രം പോലും വായിക്കാനുള്ള മനസ്സുള്ള അധ്യാപകരില്ലാതാവുന്നു. ഈസോപ്പ് കഥകൾ തേടിപ്പിടിച്ച് വായിക്കാൻ, അത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ മനസ്സുള്ള അധ്യാപകരില്ലാതാവുന്നു. അപ്പോൾ അതാണ് നമ്മൾ റോൾ മോഡലിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രത്യേക കാര്യമാണിത്. ഈ തരത്തിലുള്ള കഥ പറയുന്ന അമ്മമാർ, കഥ പറയുന്ന മുത്തശ്ശിമാർ, കഥ പറയുന്ന അധ്യാപകർ, ഇവരൊക്കെ നമുക്ക് ജീവിതത്തിൻ്റെ വലിയൊരു പാത വെട്ടി തുറന്നു തന്നവരാണ്. ജീവിത പാഠങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ല, നമ്മുടെ സാഹിത്യത്തിൻ്റെ സിംഹാസനത്തിലേക്ക് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോയത് അവർ തന്നെയാണ്. വൈക്കം മുഹമ്മദ് ബഷീർ ആരാണെന്നും, തകഴി ശിവശങ്കരപ്പിള്ള ആരാണെന്നും, കേശവദേവ് ആരാണെന്നും, MT വാസുദേവ നായർ ആരാണെന്നുള്ള അന്വേഷണത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയത് അന്നത്തെ അധ്യാപകർ തന്നെയാണ്. ഈ ഒരു അനുഭവം വിദ്യാലയങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെന്നാണ് എനിക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ചൊക്കെ അധ്യാപകർ ആ രീതിയിലേക്ക് മാറിയാൽ നമുക്ക് ഇപ്പോൾ പ്രൈമറി അധ്യാപകരെന്ന് പറഞ്ഞാൽ ആ പ്രൈമറിക്ക് പറ്റുന്ന രീതിയിലുള്ള കഥകൾ തിരഞ്ഞെടുത്ത് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അവർ ശ്രദ്ധിക്കും. കഥകളൊന്നും ഉപേക്ഷിച്ച് പോയിട്ടില്ല, ഒരു കുട്ടിയും പോയിട്ടില്ല. ഞാനിപ്പോൾ ഈ അടുത്ത കാലത്തും കുട്ടികളുടെ ഇടയിൽ പോകുന്ന ഒരാളാണ്. 10, 40, 50 കൊല്ലമായിട്ട് ഞാൻ കുട്ടികളുടെ മുന്നിൽ അധ്യാപകൻ എന്ന നിലയിലും കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന ആളെന്ന നിലയിലും കുട്ടികളുടെ എഴുത്തുകാരൻ എന്ന നിലയിലും നിരന്തരമായിട്ട് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ ഭാഗങ്ങളിൽ മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി ഞാൻ കഥ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. അവിടെ ചെല്ലുമ്പോഴെല്ലാം അവരിന്നും കഥയ്ക്ക് വേണ്ടി കാതോർത്തിരിക്കുകയാണ്. അതിനൊരു മാറ്റവും വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നമ്മളാണ് അവർക്ക് ഇപ്പോൾ കഥ പറഞ്ഞു കൊടുക്കാനുള്ള മനസ്സോ അത്തരം കഥകളെ പറ്റിയുള്ള അറിവോ ഒന്നും ഇല്ലാതായത് നമ്മൾ കാണും. അപ്പോൾ അതുകൊണ്ട് അധ്യാപകർ തന്നെ ശരിക്കും ഒരു മാറ്റത്തിലേക്ക് വന്നാൽ കുറച്ചൊക്കെ നമുക്ക് കുട്ടികളെ രക്ഷിച്ചെടുക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്.